കൊറോണ വരുമ്പോൾ നമ്മൾ നിപ്പ വരുമ്പോൾ മാത്രം നേഴ്സുമാരെ ആലോചിച്ചാൽ പോരാ. നേഴ്സുമാർ ഒരു വലിയ സംഭവമാണ്, അങ്ങനെയാണ് ആനെയാണ് ചെയ്യുക, അപ്പം മാത്രം പറഞ്ഞാൽ പോരാ. അത് നല്ല പട്ടിപ്പണി എടുക്കണം. അവർക്ക് വേണ്ട സാലറി സത്യം പറഞ്ഞാൽ അവിടെ കിട്ടുന്നില്ല. അത് ബേസിക് സാലറി 40,000 വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സമരം ചെയ്യുന്നുണ്ട്. അതൊന്നും വലിയ ചർച്ചാ വിഷയമായിട്ട് ഞാൻ എവിടെയും കാണുന്നില്ല. ന്യൂസിലൊക്കെ വരുന്നുണ്ട്, കുറച്ച് സെലിബ്രിറ്റികളൊക്കെ പറയുന്നുണ്ട്. ഈ നേഴ്സ് ജോലിക്ക് നല്ല ഡെഡിക്കേഷൻ ആവുന്നത്, അത് മൈൻഡ് സെറ്റും വേണം. അതിനിടയിൽ ഈ സാലറിയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ഡൗൺ ആയി കളയും. മനസ്സിലായി, നല്ല പട്ടിപ്പണിയുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം അവർ ഓടിക്കൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? എനിക്കൊന്നേ പറയാനുള്ളൂ, സാലറി ഒന്നും കിട്ടിയില്ലെങ്കിൽ അവർ വണ്ടി കയറിയെങ്കിൽ ജർമ്മനിക്കും യൂറോപ്പിലോട്ടും പോകും. പിന്നെ ഇവിടെ കിടന്ന് നമ്മൾ മേപ്പോട്ട് നോക്കിയിരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഡോക്ടർക്ക് എല്ലാവരും ഓടിയെത്താൻ പറ്റത്തില്ല. അതിനാണ് ഈ നേഴ്സുമാരും അതിന് ഹെൽപ്പ്. നമുക്ക് നമ്മളോട്ട് അടുപ്പത്തോടെ നിൽക്കുന്ന നേഴ്സുമാരാണ്, ഡോക്ടർമാർ നമ്മൾ രോഗം നോക്കി അപ്പോൾ തന്നെ വിടുന്നു. നമ്മുടെ കൂടെ നിൽക്കുന്ന നേഴ്സുമാരാണ്. അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം. എന്ന് വെച്ചാൽ അവരേ ഉള്ളൂ നമ്മളൊക്കെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കിടക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. നമ്മളെന്തിനും കൂടെ നിൽക്കുന്ന നേഴ്സുമാരാണ്. സോ അവർക്ക് വേണ്ടി അവർ സാലറി കൂട്ടണം കഴിച്ച്, അവരത് അർഹിക്കുന്നുണ്ട്. എല്ലാ എന്താ പറയുക, ഡേഞ്ചറായിട്ടുള്ള മേഖലകൾ പോലെയും ഡേഞ്ചറായിട്ടുള്ള മേഖല തന്നെയാണ് ഈ പറഞ്ഞ നേഴ്സിൻ്റെ വിഭാഗവും. സോ അവരത് അർഹിക്കുന്നുണ്ട്, അവർക്കത് കിട്ടണം.